In the last class, we have discussed about the um, first law of thermodynamics. Now, the first law of thermodynamics could be written as dq, the heat given will be conserved and it will be used to change the internal energy and of course to do the work. Okay. Now, the next question is how to extract this work. The entire question of thermodynamics was to convert the heat energy, which is plenty available in earth, as coal or കൽക്കരിയുടെ രൂപത്തിൽ, സോളാറിൻ്റെ രൂപത്തിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫോസിൽ ഫ്യൂവലിൻ്റെ രൂപത്തിൽ നമുക്ക് ഹീറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഈവൻ നീരാവി ആദ്യഘട്ടങ്ങളിൽ നീരാവിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട്. ഐ മീൻ നോ, ഹീറ്റ് ഉപയോഗിച്ചിരുന്നത് കൽക്കരി പോലത്തെ സാധനങ്ങൾ തന്നെയായിരുന്നു. സോ ഈ ഹീറ്റ് എനർജിയെ നമുക്ക് എങ്ങനെ യൂസ്ഫുള്ളായ മെക്കാനിക്കൽ എനർജിയായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. സോ അതിനുവേണ്ടി ആദ്യഘട്ടത്തിൽ ഇടപെട്ടിരുന്നത് മുഴുവൻ ഒരു തരത്തിൽ എഞ്ചിനീയർമാരായിട്ടുള്ള ആളുകളായിരുന്നു. സോ ഫസ്റ്റ് ഓഫ് ഓൾ അതിന് നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വാട്ട് ഈസ് എ റിവേഴ്സിബിൾ ആൻഡ് ഇറിവേഴ്സിബിൾ പ്രോസസ്സസ്. റിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, സോ a reversible process can be defined as a reversible process is one which can be retraced in opposite direction by changing the external conditions infinitesimally. Suppose you have a system which goes from A to B first, then B to C, then go to D, then come back to A. Suppose. Now, this is a reversible process if I can, in the same manner, if I can go from A to D, then D to C, B, and come back to A. So, this is a reversible process now. So, for that reversible process, if the processes are, I mean, നമുക്കിവിടെ നടക്കുന്നത് എന്താണ്, ഒന്നുകിൽ എക്സ്പാൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ കംപ്രഷൻ ആയിരിക്കാം, വട്ടവർ. ഇതൊക്കെ വളരെ സ്പീഡിൽ നടക്കുകയാണെങ്കിൽ it would be difficult for the reversible process to occur. So in that cases, we will be using very small changes. For example, if you want to have an isothermal compression, let us say, നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു തരി മണൽ ആദ്യം ഇടും, അടുത്തൊരു തരി മണലിടും, മെല്ലെ അടുത്തൊരു തരി മണലിടും. അപ്പം ഈ ടെമ്പറേച്ചറിൽ തന്നെ മെല്ലെ 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 നിങ്ങൾക്ക് കംപ്രസ് ചെയ്ത് പോകാൻ പറ്റും. സോ ദീസ് ആർ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്. ക്വാസി സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൾമോസ്റ്റ്. ക്വാസി മീൻസ് ഓൾമോസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെയാണ് നമ്മളിത് പലപ്പോഴും അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം. So, but naturally, നമ്മുടെ സാധാരണഗതിയിൽ പ്രകൃതിയിൽ നമ്മൾ കാണപ്പെടുന്ന പ്രതിഭാസങ്ങളൊക്കെ തന്നെ എന്താണ്, ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് എന്ന് വേണമെങ്കിൽ നമുക്ക്. റിവേഴ്സിബിൾ അല്ല. ഓക്കെ, ബിക്കോസ് ഇവിടെ നമുക്ക് പലപ്പോഴും എടുത്ത് കളയാൻ പറ്റുന്ന ഈ റിവേഴ്സിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഉണ്ടാകും, അല്ലേ? കണ്ടക്ഷൻ ഉണ്ടാകും. കുറേ ഹീറ്റൊക്കെ ഉണ്ടാവും, പുറത്തേക്ക് പോയിട്ടുണ്ടാവും, പിന്നെ അതിനെ തിരിച്ചുകൊണ്ടുള്ള നടക്കില്ല. പിന്നെ റേഡിയേഷൻ വഴിയുള്ളത് ഉണ്ടാവാം, ഇൻഇലാസ്റ്റിക് കൊളീഷൻസ് വഴിയുള്ളത് ഉണ്ടാവും. സോ ഇൻ മെനി സെൻസ് ബേസിക്കലി ദ ഫ്രിക്ഷൻ ആൻഡ് ഓൾ. സോ ദ പ്രോസസ്സസ് ആർ ഓൾവേസ് irreversible. You cannot retrace the path exactly. So that is one trouble with everything. Okay. Now, by the 17th and 18th century itself, and especially in the 19th century, scientists, especially engineers, began to investigate how to build a very good engine, efficient engine. സത്യത്തിൽ നമ്മുടെ ഹീറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള സാധനമാണ്. നമുക്ക് ഇപ്പോഴും കാര്യമായ മാറ്റമൊന്നും ഹീറ്റ് എഞ്ചിൻ്റെ ബേസിക് ഐഡിയയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് 19-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന എഞ്ചിനാണോ ഇപ്പോഴും ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് സാദി കാർനോട്ടിൻ്റെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. അയാളൊരു എഞ്ചിനീയർ ആയിരുന്നു.
ബാലിസ്റ്റിക് ഇതിനകത്തൊക്കെ വളരെ പ്രധാനപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളായിരുന്നു. അയാൾ ഈ എൻജിൻസിൻ്റെ എഫിഷ്യൻസിയെ മാക്സിമൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണം നടത്തി. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് എ ഹീറ്റ് എൻജിൻ. എൻജിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അല്ലേ, ഭയങ്കര കുറേ ചക്രങ്ങളും സാധനങ്ങളും പിസ്റ്റണുകളും ഒക്കെ ഉള്ളത്. ബേസിക്കലി എനി ഡിവൈസ് ദാറ്റ് കൺവേർട്സ്, ദാറ്റ് എക്സ്ട്രാക്ട് സം ഹീറ്റ് from some source. Okay, so Q1 heat extracted, this would do some work, okay, then it would reject some heat. Okay, sorry, reject some heat. Okay, so basically this is an engine, any device. So human body is a kind of heat engine എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. Not exactly a heat engine. Okay, let me think about that. That's not a very good statement though. Somewhat it's okay. Yeah, in some sense it's a heat engine. Okay. Anyway, so any device, any system, or any mechanical device which can convert heat energy into mechanical energy is called an engine. Okay. Now, what is the efficiency of a what do you call engine, heat engine? So the efficiency is usually represented by eta. So what happens here? It extracts some Q1 heat, okay, does some work and rejects some Q2 heat. So what do we want actually? How much work is done? നമുക്ക് ആവശ്യമുള്ള എന്താണ്? മാക്സിമം വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ഹൗ മച്ച് വർക്ക് ഡൺ യൂസിങ് ഹൗ മച്ച് ഹീറ്റ് അബ്സോർബ്ഡ്. അപ്പം അബ്സോർബ് ചെയ്യുന്ന കംപ്ലീറ്റ് ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്തു എന്ന് വിചാരിക്കുക. സോ യു ക്യാൻ സേ ദാറ്റ്സ് 100% എഫിഷ്യൻറ്റ് എൻജിൻ. ഓക്കെ, വെരി ഗുഡ്. സോ 100% എഫിഷ്യൻറ്റ് എൻജിനാണ് നമുക്ക് പറയാൻ പറ്റും. സോ ഹൗ മച്ച് ഇസ് ദ വർക്ക് ഡൺ? So now usually what is the work? Q1 heat ആണ് അബ്സോർബ് ചെയ്തത്, അതിൽ Q2 റിജക്റ്റ് ചെയ്തു, ബാക്കിയുള്ളതാണ് വർക്ക് ഡൺ. സോ ഐ ക്യാൻ now write W is equal to Q1 minus Q2. Alright, so that is Q1. Now that is equal to 1 minus Q2 by Q1. So this is the efficiency of any heat engine. If you can completely eliminate the rejected heat, Q2 is make it into 0, it's 100% efficiency. But you cannot do that. അതായിരുന്നു ആദ്യഘട്ടത്തിൽ കാർനോട്ട് ആലോചിച്ചത്. So Carnot wanted to maximize the efficiency. How to do that engine? So Carnot basically he made an engine. Made in the sense he imagined or theoretically made an engine. Okay, in 1820s, basically I think it's somewhere in 1824 or 25 or something. So he made a beautiful engine. That is the most ideal engine. So let's discuss about the Carnot. See, Carnot എന്നാണ്, ടി ഇല്ല ശരിക്കും ആക്ച്വലി കേട്ടോ. കാർനോസ് എൻജിൻ. And tell you, this is the most efficient engine ever designed. അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എൻജിനും ഒരു ഹീറ്റ് എൻജിനും ഇന്ന് വരെ ആർക്കും ഡിസൈൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ദിസ് ഈസ് ഒബ്വിയസ്ലി ആൻ ഐഡിയൽ എൻജിൻ. ഓക്കെ, സോ ദിസ് ഈസ് ആൻ ഐഡിയൽ എൻജിൻ. ഓക്കെ, so what is the basic idea of a Carnot engine? Now Carnot engine has a
Understand what is this? It has a piston or a cylinder. Cylinder. ഇപ്പോഴും നമ്മൾ പറയാറില്ല 2-cylinder engine, 4-cylinder engine എന്നൊക്കെ പറയാറുണ്ട്. So it has a cylinder. And what is inside a cylinder? You will be having a working substance. So inside the cylinder you will be having working substance. ആവി എഞ്ചിനിൽ വർക്കിംഗ് സബ്സ്റ്റൻസ് എന്തായിരിക്കും? നീരാവി ആയിരിക്കും. പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനൊക്കെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും, എയറുമായിട്ടൊരു മിക്സ്ചർ ആയിരിക്കും, ബട്ട് ഓക്കെ. സോ യു ഹാവ് എ വർക്കിംഗ് സബ്സ്റ്റൻസ്. നൗ ദർ വിൽ ബി എ സോഴ്സ്. ഓക്കെ, അപ്പം ഓക്കെ, ഇനി സിലിണ്ടറിൻ്റെ പ്രത്യേകതകൾ ആദ്യം പറഞ്ഞു പോവാം. ഇറ്റ് ഹാസ് എ പെർഫെക്റ്റ്ലി നോൺ കണ്ടക്റ്റിംഗ് വാൾസ്. അപ്പോൾ ഇതിനകത്തുള്ള ഹീറ്റ് ആകെ ഇതിലെ കൂടെ മാത്രമേ പോവുള്ളൂ. ഓക്കെ, നമുക്ക് ഹീറ്റ് കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഏരിയകളൊക്കെ നമുക്ക് നീലയിൽ വരയ്ക്കും. So heat will be conducting only through this side. Okay, only through that side. Good. And it has a perfect working substance. Now you have another thing that's called a source. Source എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഹീറ്റ് സോഴ്സ്. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും T1 മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, അതിൻ്റെ മോൾ വശം കണ്ടക്റ്റിംഗ് ആണ്. സോ ഓൾവേസ് ദ ടെമ്പറേച്ചർ ഇൻസൈഡ്. സോ ലെറ്റ് us say some burner is there which keeps the temperature always constant. Okay, so the temperature is always T1. It's kept. അപ്പോൾ നിങ്ങളിനി എത്ര ഹീറ്റ് പുറത്തേക്ക് കൊടുത്താലും എന്ത് സംഭവിക്കില്ല? അതിൻ്റെ ടെമ്പറേച്ചർ കുറയില്ല. ലെറ്റ്സ് ലൈക്ക് എ സൺ. ഓക്കെ, എവറിത്തിങ് ക്യാൻ ബി കൺവേർട്ട്. ഐ മീൻ, സോ ലൈക്ക് നിങ്ങൾ എത്ര ഹീറ്റ് പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാലും its temperature remains constant. Some process happens inside so that the temperature remains constant, like sun or something like that. Okay, so ഇവിടെ നിന്നാണ് ഈ സോഴ്സിൽ നിന്ന്. സോ ദിസ് ഈസ് കോൾഡ് ദ സോഴ്സ്. സോ ഈ സോഴ്സിൽ നിന്നാണ് ആരെടുക്കുന്നത്? ഹീറ്റ് എടുക്കുന്നത്? നമ്മുടെ പിസ്റ്റൺ അത് ഹീറ്റ് എടുക്കുന്നത്. നൗ an insulating stand. Okay, insulating stand means you have a stand which never conducts. Okay, obviously നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു സ്റ്റാൻഡ്. ഓക്കെ, നൗ ദ ലാസ്റ്റ് വൺ ഈസ് സിങ്ക്. സിങ്കും സോഴ്സ് പോലെ തന്നെ ഒരു സാധനമാണ്. ആൻഡ് ഇറ്റ്സ് ടെമ്പറേച്ചർ ഈസ് ഓൾവേസ് മെയിൻറ്റെയിൻഡ് at T2 temperature. Okay, at T2 temperature is a conducting wall. At T2 temperature, where T2 is much less than T1. Its T2 is less than T1. Okay, so this is the basic idea of a cylinder. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതും കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യുക? എനിവേ, ദിസ് ഈസ് ആൻ ഐഡിയൽ എഞ്ചിൻ. വി വിൽ ഡു സം ട്രിക്സ് ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്. ലെറ്റ്സ് ചെക്ക്. നിങ്ങൾ ഇതൊരു ഐഡിയൽ എഞ്ചിനാണ്. So first of all, what we will do? First of all, the first part is called, okay, cannot read. First part is called isothermal expansion. ആദ്യത്തെ പ്രോസസ്സ്. ഓക്കെ, ഐസോതെർമൽ എക്സ്പാൻഷൻ. എന്ത് ചെയ്യുന്നു? ഞാൻ ഈ സിലിണ്ടറിനെ നേരെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു, ഈ സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. ദിസ് ഇസ് സിങ്ക്. ഓക്കെ, സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. സോഴ്സിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ സോഴ്സിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്? T1 ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത്. നിങ്ങൾ എത്ര ഹീറ്റ് എടുത്താലും, സിലിണ്ടറിലേക്ക് എത്ര ഹീറ്റ് അബ്സോർബ് ചെയ്താലും, ഇറ്റ് സ്റ്റിൽ ദ സോഴ്സ് ടെമ്പറേച്ചർ വിൽ ബി T1. സോ വാട്ട് വിൽ ഹാപ്പൻ? എന്ത് സംഭവിക്കും? ദിസ് പിസ്റ്റൺ വിൽ എക്സ്പാൻഡ് obviously, and the temperature of the working substance inside becomes ഉണ്ടാവും, ഒരു തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരും. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് ടെമ്പറേച്ചർ ബിക്കംസ് T1. ഓക്കെ, സോ T1 ടെമ്പറേച്ചറിലാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, so this can be, okay, so
I can draw it here in the PV diagram. Okay, so we start from here. Okay, so let us say here, and it's called A, P1, V1. Okay, so now the temperature is throughout kept as T1. Now it expands to another another pressure, P2 and V2. Why ഇത് താഴേക്കായത് മുകളിലേക്കാവാതിരുന്നത്? ബിക്കോസ് ടി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഐസോതെർമലാണ് അല്ലേ, ടി റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്, വി കൂടുകയാണ്. വി കൂടല്ലേ, ഇവിടെ ഉണ്ടായിരുന്ന വി അല്ല, ഇവിടെ V1 ആയിരുന്നു, ഇവിടെ V2 ആയി. അപ്പോൾ വി കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കണം? ഒബ്വിയസ്ലി പി കുറയണം, കാരണം പി വി ഇസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ടി കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണമെങ്കിൽ പി വി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം വി, മറ്റേ മുരളീധരൻ പറഞ്ഞ പോലെ വി എത്ര കൂടുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ട് എന്ത് വേണം? പി കുറയണം. അതുകൊണ്ടാണ് താഴേക്ക് വന്നത്. ഓക്കെ, now what is the work done in isothermal expansion? Q1, let us say, why should I write? So this is where the heat is absorbed. You should remember, ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്, Q1 ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത്. Okay, so the work done in that process, let us say W1, which we have നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഐസോതെർമൽ പ്രോസസ്സിൽ RT1 ln V2 by V1, V2 by V1, ഫൈനൽ വോളിയം ബൈ, ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിറൈവ് ചെയ്തു. ഗുഡ്. ഇനി അടുത്ത പണി എന്താണ്? രണ്ടാമത്തെ പണി, ഇങ്ങനെ ടെമ്പറേച്ചറിലെത്തി ഐസോതെർമലി V2 വരെ എക്സ്പാൻഡ് ചെയ്ത നമ്മുടെ സിലിണ്ടറിനെ ഞാൻ എടുക്കുന്നു, എന്നിട്ട് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ നിന്ന് എടുത്തിട്ട് മെല്ലെ ഈ സ്റ്റാൻഡിൻ്റെ മുകളിൽ. ഈ സ്റ്റാൻഡ് എന്താണ്? ത്രൂ ഔട്ട് നോൺ കണ്ടക്റ്റിംഗ് ആണ്, ഒരു സ്ഥലത്തേക്കും കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് കൊണ്ടുവയ്ക്കുമ്പോൾ എന്താ? എവിടേക്കും കണ്ടക്റ്റ് ഇല്ല. അങ്ങനെ കണ്ടക്റ്റ് ഇല്ല, ഹീറ്റ് പുറത്തേക്കും ഇല്ല അകത്തേക്കും ഇല്ല. അങ്ങനത്തെ പ്രോസസ്സിന് നമ്മൾ എന്താ പറയുക? അഡയാബാറ്റിക് ആണ്. ഓക്കെ, അഡയാബാറ്റിക് ആണ്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ ഓൾറെഡി ഉണ്ട്. എന്ത് ചെയ്യും? ഗ്യാസ് മെല്ലെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഗ്യാസ് വിൽ ഡു സം വർക്ക്, സോ ഇറ്റ് വിൽ എക്സ്പാൻഡ്, ദ പിസ്റ്റൺ വിൽ എക്സ്പാൻഡ്. Okay, this is okay. So adiabatic expansion. And what would be the work done in an adiabatic expansion? We have already studied it. This is the work done is W2 is equal to, നമ്മൾ കഴിഞ്ഞ ദിവസം derive ചെയ്തു, it's something like R into T2 minus, fine. Okay, so let's draw it now. Draw here. എന്തായിരിക്കും? അഡയാബാറ്റിക്കാണ്. അഡയാബാറ്റിക് കൂടുതൽ സ്ലോപ്പാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാമ ടൈംസ് സ്ലോപ്പാണ്. ടെമ്പറേച്ചർ എന്താവും? കുറയും, എക്സ്പാൻഡ് ചെയ്യും. ഇവിടെ നമ്മളിപ്പോൾ ടെമ്പറേച്ചർ T1 ടെമ്പറേച്ചറിൽ നിൽക്കുകയാണ്. T1 ടെമ്പറേച്ചറിൽ നിൽക്കുമ്പോൾ പുറത്തേക്ക് ഹീറ്റ് പോവാതെ തന്നെ അവൻ എക്സ്പാൻഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്തിൻ്റെ ഇതിലാണ്? ഇൻറ്റേർണൽ എനർജിയുടെ. ഓർമ്മയില്ലേ? DQ0 ആണ്. അപ്പോൾ പിന്നെ ബാക്കിയുള്ള എന്താണ്? DUവും വർക്ക് ഡണ്ണുമാണ്. അപ്പോൾ ഇവൻ്റെ ടെമ്പറേച്ചർ ഉപയോഗിച്ച് കൊണ്ടാണ് ആര് എക്സ്പാൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഗ്യാസ്, ഇതിനകത്തുള്ള വർക്കിംഗ് സബ്സ്റ്റൻസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഡ് ചെയ്തതുകൊണ്ട് ടെമ്പറേച്ചർ എന്താവും? ഫോൾ ചെയ്യും. നൗ ദ ടെമ്പറേച്ചർ ഫോൾസ് ഫ്രം T1 to T2. ഗുഡ്. നൗ ഇറ്റ് റീച്ചസ് ടു അനദർ വോളിയം P3 V3. Good. That is the second part of it. Okay, such the second part. So the work done is R into T2 final temperature minus initial temperature divided by gamma, 1 minus gamma. Hope you remember 1 minus gamma. നമ്മളത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം ചെയ്ത് നോക്കിയാൽ മതി. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഇനി അടുത്തത് നെക്സ്റ്റ് ചെയ്യുന്ന പണി എന്താണ്? ഐസോതെർമൽ കംപ്രഷൻ. ഇറ്റ്സ് കോൾഡ് ഐസോതെർമൽ കംപ്രഷൻ. അപ്പോൾ ഇവിടെ അവർ എക്സ്പാൻഡ് ചെയ്യാൻ അനുവദിച്ചു. T2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എവിടെയായിരുന്നു ഓർമ്മയുണ്ടോ? സിങ്കിൻ്റെ ടെമ്പറേച്ചറാണ്. ആ ടെമ്പറേച്ചർ ആവുന്നത് വരെ ഈ പിന്നെ മരത്തിൻ്റെ മുകളിൽ അല്ലെങ്കിൽ എന്താ പറയുക ഈ ഇൻസുലേറ്റിംഗ് ആയിട്ടുള്ള
സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് അവനെ എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിച്ചു. അപ്പോൾ ആ എക്സ്പാൻഷൻ നടക്കുന്നത് ആരുടെ ചിലവിലാണ്? നമ്മുടെ ഹീറ്റ് എനർജിയുടെ ചിലവിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ ഫോൾ ചെയ്യും. എന്നിട്ട് എവിടെ എത്തും? T2 ടെമ്പറേച്ചർ ആവുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യാൻ സമ്മതിച്ചു? ഇവനെ എക്സ്പാൻഡ് ചെയ്യാൻ സമ്മതിച്ചു. T2 ടെമ്പറേച്ചർ ആകുമ്പോൾ ഇവനെ ഇവിടെ നിന്ന് എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഞാൻ മെല്ലെ ഇതിനെ വളരെ സ്ലോലി, കാരണം ഇവിടെ T2 ടെമ്പറേച്ചറിലാണല്ലോ, ആ T2 ടെമ്പറേച്ചറിൽ മെല്ലെ ഇവനെ കംപ്രസ് ചെയ്തു. കംപ്രസ് ചെയ്തിട്ട് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ചിലപ്പം ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ദ ടെമ്പറേച്ചർ മേ ഇൻക്രീസ്. പക്ഷേ അങ്ങനെ ഇൻക്രീസ് ചെയ്താലും എന്താവും? അത് T2 എന്ന് പറയുന്ന സിങ്കിലേക്ക് അബ്സോർബ് ചെയ്ത് പോയിക്കോളും. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. So what will happen is that it just compress to a lower volume isothermally at temperature T ആയിട്ട് തന്നെ isothermally it goes to a lower volume, that is P4 V4. Okay, so the temperature remains same T2, but it is compressed. Now the piston is compressed. Okay, that we are doing the work on the piston. Okay, so isothermal compression. Isothermal compression അകത്ത് ചെയ്യപ്പെടുന്ന വർക്ക് എത്രയാണ്? So actually the heat is being rejected here. So Q2 is the heat rejected, and the work done in that is RT2. Isothermal process അല്ലേ, ഓർമ്മയുണ്ടല്ലോ. RT2 ln V4 by V3. V4 the final volume by initial volume. So V4 by V3. Anyway, നിങ്ങൾ അപ്പോൾ സ്വാഭാവികമായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, this should be negative because work done on the system. Yes, this is already negative because V4 is less than V3. ln of അല്ലേ, നോക്കൂ, V4 is always less than V3. So in that case, this is already negative quantity. Maybe you can write this is simply RT2 minus ln V3 by V4. That's also correct. ഓക്കെ, മൈനസ് ഇട്ടിട്ട്, മൈനസ് നിങ്ങൾക്ക് എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത്? സി ഓൾറെഡി ദിസ് ഇസ് നെഗറ്റീവ്. ആ നെഗറ്റീവ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിക്കണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സാധനം V3 by V4 എന്നിട്ട് മൈനസ് പുറത്തേക്ക് എടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ, നോ പ്രോബ്ലം. സോ ദാറ്റ് ഈസ് ഇറ്റ്. നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കംപ്രസ് ചെയ്ത് T2-ൽ വെച്ചുകൊണ്ട് തന്നെ ഐസോതെർമലി കംപ്രസ് ചെയ്ത് V4 വോളിയത്തിലേക്ക് എത്തിയ സാധനത്തിനെ പിസ്റ്റണെ നേരെ തിരിച്ച് വീണ്ടും ഈ സിങ്കിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കും. അല്ല സോറി, എന്താ പറയുക, ഈ മരപ്പലക പോലുള്ള സാധനത്തിൻ്റെ മുകളിൽ, അതായത് ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ഇവിടെ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് അഡയാബാറ്റിക് കംപ്രഷൻ. ഇനീഷ്യൽ കണ്ടീഷനിലേക്ക് നമ്മൾ എത്തിക്കാൻ പോവുകയാണ്. അഡയാബാറ്റിക് കംപ്രഷൻ. അഡയാബാറ്റിക് ആണ്. സോ നോ ഹീറ്റ് വിൽ ബി എക്സ്ചേഞ്ച്ഡ്. ഓക്കെ, നൗ ഇവിടെ കൊണ്ടുവച്ചു. ഇനി എന്താ ചെയ്യുന്നത്? ഈ P4 V4-ൽ T2 ടെമ്പറേച്ചറുള്ള സാധനത്തിനെ ഞാൻ കംപ്രസ് ചെയ്തിട്ട് എവിടെ കൊണ്ടുവരും? പഴയ ഇനീഷ്യൽ കണ്ടീഷൻ P1 V1-ലേക്ക് കൊണ്ടുവരും. ദാറ്റ്സ് വാട്ട് ഐ എം ഡൂയിങ്. അവിടെ വെച്ചിട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഇസ് ആൻ അഡയാബാറ്റിക് കംപ്രഷൻ. നോ ഹീറ്റ് ഈസ് എക്സ്ചേഞ്ച്ഡ് ഇൻ ദാറ്റ് പ്രോസസ്. ജസ്റ്റ് ഹീറ്റ് ഒന്നും പോവില്ല. കാരണം എന്താണ്? ഇത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള സാധനത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ കംപ്രസ് ചെയ്യുമ്പോൾ യു ആർ ഡൂയിങ് സം വർക്ക് ഓൺ ദി ഗ്യാസ്. അപ്പോൾ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? നിങ്ങൾ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ ഹീറ്റിന് പുറത്തേക്ക് പോകാൻ യാതൊരു മാർഗ്ഗമില്ല. നമ്മുടെ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്, ഇൻസുലേറ്റിംഗ് സ്റ്റാൻഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ടെമ്പറേച്ചർ എന്താവും? കൂടും. ടെമ്പറേച്ചർ കൂടിയിട്ട് എവിടെ എത്തും? പഴയ T1-ലെത്തുന്നത് വരെ നമ്മൾ കംപ്രസ് ചെയ്തുകൊണ്ടിരിക്കും. T1-ലെത്തുമ്പോൾ എന്തായിരിക്കും? P1 V1 എന്ന് പറയുന്ന വോളിയം ആയിരിക്കും. സോ ദാറ്റ് ഈസ് ഇറ്റ്. അഡയാബാറ്റിക് കംപ്രഷൻ. അഡയാബാറ്റിക് കംപ്രഷനിൽ ചെയ്യുന്ന വർക്ക് എന്തായിരിക്കും? സിംപ്ലി ദാറ്റ് വുഡ് ബി R ഇൻറ്റു അല്ലേ, ഫൈനൽ ടെമ്പറേച്ചർ ഇസ് T1 T1
minus T2 divided by 1 minus gamma. So that's it. Okay, so that is it. Now this is the 4 steps. Okay, these are the 4 steps in the working of a Carnot engine. So the total work done, let us calculate. So total work done is, okay, you have W3, W4. Okay. So the total work done is W1 plus W2 plus W3 plus W4. So W1 plus W2 plus W3 plus W4. So what are those things? Let's write. Okay. So first is R T1 ln V2 by V1 plus R into T2 minus T1 divided by 1 minus gamma plus or minus maybe R T2 ln V3 by V4, right? Okay. V3 by V4 plus or minus whatever plus R into T1 minus T2 divided by 1 minus gamma. So this is the total work. Now simple look at into this, you can see that these are just negative quantity. I mean ഇതിൻ്റെ നെഗറ്റീവ് ആണിത് അല്ലേ, T2 minus T1, T1 minus T2. So ഒരു മൈനസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ക്വാണ്ടിറ്റി ആയി. സോ ദേ ഗെറ്റ് ക്യാൻസൽ. ആക്ച്വലി അത് വളരെ സിമ്പിളാണ്. നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എനർജി ട്രാൻസാക്ഷൻ നടക്കാത്ത 2 സ്ഥലമാണ് ഈ അഡയാബാറ്റിക് എക്സ്പ്രഷനും അഡയാബാറ്റിക് എക്സ്പാൻഷനും അഡയാബാറ്റിക് കംപ്രഷനും. അവിടെ പിന്നെ എന്ത് നടക്കാനാണ്? സോ അഡയാബാറ്റിക്കിനകത്ത് കാര്യമായിട്ടുള്ള റോളൊന്നുമില്ല, അത് ക്യാൻസലായി. വർക്കിനകത്ത് സാധനം പോവും. ഓക്കെ, സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഈസ് സിംപ്ലി R T1 ln V2 by V1 minus R T2 ln V3 by V4. So that is the work done, total work done. Now how much is the heat absorbed Q1? എവിടെയാണ് ഹീറ്റ് അബ്സോർബ് ചെയ്തത്? ഐസോതെർമൽ എക്സ്പാൻഷനിൽ. ഐസോതെർമൽ എക്സ്പാൻഷനിൽ ചെയ്തിട്ടുള്ള വർക്കാണ്, അവിടെയാണ് ഹീറ്റ് അബ്സോർപ്ഷൻ എന്നുള്ള വർക്ക് നടന്നിട്ടുള്ളത്. സോ ഹൗ മച്ച് ഇസ് ദാറ്റ്? സിംപ്ലി R T1 ln V2 by V1. So what is the efficiency? Eta is equal to this divided by this. Like this divided by this. W by Q is the W by Q1 is the efficiency. Good. So we got the efficiency. Now this efficiency can be a little bit changed. How is that possible? See, E point, let us say A, B, C, D. Okay. സോ ബിയും സിയും ഒരേ അഡയാബാറ്റിക്കിൻ്റെ മുകളിലാണല്ലോ കിടക്കുന്നത്. ഒരേ അഡയാബാറ്റിക്കിൻ്റെ 2 എൻഡ് പോയിൻറ്റുകളാണ് ബിയും സിയും. അപ്പം അഡയാബാറ്റിക്കലി നമുക്കൊരു ഇക്വേഷൻ, അഡയാബാറ്റിക് കർവിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ്. നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറയുന്നു. അതായത് പി വി റേസ് ടു ഗാമ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പിക്കും വിക്കും വിവിധ സാധനങ്ങൾ പി വി ഈസ് ഈക്വൽ ടു ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് പിക്കും വിക്കും പകരം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി വി റേസ് ടു ഗാമ മൈനസ് 1 ഈസ് എ കോൺസ്റ്റൻറ്റ് എന്ന് കിട്ടും. ടിയും വിയും തമ്മിലുള്ള റിലേഷൻ അതാണ്. ഇവിടുത്തെ ടി എത്രയാണ്? T1. ബിയിലെ ടി എന്ന് പറയുന്നത് T1. V2 raised to gamma minus 1 is equal to what? T2 V3 raised to gamma minus 1. അതുപോലെ ഡിയും എയും സെയിം അഡയാബാറ്റിക്കിൻ്റെ മുകളിലല്ലേ? നമുക്ക് ഈ അഡയാബാറ്റിക്കിൻ്റെ മുകളിലാണ്. സോ ദ സെയിം റിലേഷൻ ദാറ്റ് ഈസ് മുകളിലത്തെ പോയിൻ്റ് എന്താണ്? T1 V1 raised to gamma minus 1 is equal to T2 V4 raised to gamma minus 1. So if I divide these two equations, T1 get cancelled, T2 get cancelled. So what I am going to get is V2 by V1 is equal to V3 by V4, right? V2 by V1 is equal to V3 by V4 എന്ന് കിട്ടും. സോ V2 by V1ഉം V3 by V4 ഈക്വൽ ആണെങ്കിൽ ഇതൊക്കെ ഈക്വൽ ആയില്ലേ? ഓക്കെ,
അല്ലേ? V3/V4 പകരം V2/V1 എന്ന് കൊടുക്കാം. സോ R ln V2/V1 പുറത്തേക്ക് എടുക്കാം. അത് താഴെ മുകളിലും ക്യാൻസൽ ആയിപ്പോയി. സോ വാട്ട് റിമെയിൻസ് ഈസ് T1 minus T2 divided by T1. So the efficiency of a Carnot engine is T1 minus T2 divided by T1, or which I can write again as 1 minus T2 by T1. That is the efficiency of a Carnot engine. Wow, that's a beautiful idea. Now 100% efficiency കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സിങ്കിലേക്ക് നമ്മൾ വിടുന്ന സിങ്കിൻ്റെ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ സിങ്കിലേക്ക് നമ്മൾ സിങ്കിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? T2 എന്ന് പറയുന്നത് 0 ആയിരിക്കണം, ആബ്സല്യൂട്ട് 0 ആയിരിക്കണം, അല്ലേ? സോ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 100% എഫിഷ്യൻസി കിട്ടും. നിങ്ങൾ കൊടുക്കുന്ന കംപ്ലീറ്റ് അടിച്ച് വർക്കായിട്ട് മാറും. ബട്ട് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഓക്കെ, ദാറ്റ്സ് ഇമ്പോസിബിൾ. Now what will do? സോ നിങ്ങൾക്ക് ഇതാണ് കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ എഫിഷ്യൻസി എന്നുള്ളതിന് പ്രത്യേകിച്ച് തെളിവൊന്നുമില്ല. നമ്മൾ പറഞ്ഞല്ലോ കാർനോട്ട് എഞ്ചിൻ്റെ എഫിഷ്യൻസി ഗംഭീരമാണ്, അതിനേക്കാളും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനും ഇതുവരെ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണെങ്കിൽ അതിനെന്താ തെളിവ്? ലെറ്റ്സ് വെയിറ്റ് ആയിട്ടില്ല. അതിനു മുമ്പ് ഈ കാർനോട്ട് എഞ്ചിൻ ചെയ്ത പണി എന്താ? ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കാർനോട്ട് എഞ്ചിൻ ചെയ്ത പണി എന്താണ്? ഒരു സോഴ്സിൽ നിന്ന് Q1 ഹീറ്റിനെ അബ്സോർബ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു? സം വർക്ക് W ചെയ്തു. ബാക്കിയുള്ള ഹീറ്റ് Q2 ഇജക്റ്റ് ചെയ്തു. ഇതാണല്ലോ ചെയ്തത്. ഓക്കെ, ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ഇത് ലോവർ ടെമ്പറേച്ചർ, അല്ലേ? T1. ഇനി ഞാൻ ഇതിനെ റിവേഴ്സായിട്ട് അങ്ങോട്ട് ഓടിച്ചു പോയി എന്ന് വിചാരിക്കാം. ആരോസ് ഒക്കെ തിരിച്ചു എന്ന് വിചാരിക്കാം. ആരോസ് ഒക്കെ തിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലോവർ ടെമ്പറേച്ചർ റീജിയനിൽ നിന്ന് Q2 ഹീറ്റ് എടുത്തു. അതെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഞാൻ കുറച്ച് വർക്ക് കൂടി ചെയ്തു. അത് വർക്കും ചെയ്തു, Q2 ഹീറ്റ് എടുത്തു. അത് രണ്ടും കൂടി ചേർന്നിട്ട് എന്താവും? ഈ Q2വിനേക്കാൾ കൂടിയ ഒരു ഹീറ്റ്, Q1 എന്ന് പറയുന്നൊരു ഹീറ്റ് കൂടുതൽ ടെമ്പറേച്ചറുള്ള സ്ഥലത്തേക്ക് പുറത്തേക്ക് വിട്ടു. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന ഒരു മെഷീനെ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. ആ വർക്ക് ചെയ്യുമ്പോൾ എന്താവും? അവൻ തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് വീണ്ടും ഹീറ്റ് എടുത്തിട്ട് ചൂടുള്ള സ്ഥലത്തേക്ക് കൊണ്ട് കളയും. വാട്ട് ഈസ് ദാറ്റ് എഞ്ചിൻ? You have it in your home. That engine is called refrigerator. ഫ്രിഡ്ജ് എന്ന് വിളിക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് റെഫ്രിജറേറ്റർ. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? എന്താ ചെയ്യുന്നത്? ഇവിടെ വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇലക്ട്രിസിറ്റിയാണ്. അതാണ് വർക്കിൻ്റെ ഫോമുല. അതിൻ്റെ ബില്ലാണ് നിങ്ങൾക്ക് എല്ലാ മാസവും അവസാനമാകുമ്പോൾ കിട്ടുന്നത്, കറണ്ട് ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്യുകയാണ്? കംപ്രസർ ഉപയോഗിച്ചുകൊണ്ട് തണുത്ത റീജിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രിഡ്ജിനകത്തു നിന്ന് തന്നെ തണുത്തുള്ള റീജിയനാണ്, അവിടെ നിന്ന് ഹീറ്റ് പിന്നെയും എടുത്തിട്ട് പുറത്തേക്ക് കൂടുതൽ ചൂടുള്ള ചൂടുള്ള സ്ഥലത്തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ എയറിലേക്ക് വിടുക ബേസിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഗുഡ്. അപ്പോൾ ബേസിക്കലി തണുത്ത റീജിയനിൽ നിന്ന് നമ്മൾ, പക്ഷേ യു ഹാവ് ടു ഡൂ സം വർക്ക് ഓൺ ഇറ്റ്. ആൻഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ കാരണം, വർക്ക് ചെയ്യാവുന്ന ആരാണ്? നമ്മളല്ല, electricity will do some work. Okay, so that's a basic idea. So basically a Carnot engine working in the reverse order is called can be termed as a refrigerator. Now what is the efficiency of a refrigerator? How can you measure the efficiency of a refrigerator? It's not eta or it's called coefficient of performance. Coefficient of പെർഫോമൻസ്. നമുക്ക് എന്താ വേണ്ടത്? മാക്സിമം ഹീറ്റ് എവിടേക്ക് കളയണം? നമുക്ക് റെഫ്രിജറേറ്ററിൻ്റെ ആവശ്യം എന്താണ്? ഹീറ്റ് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്. ഇപ്പോൾ Q2 ഹീറ്റ് പുറത്തേക്ക് കളയുന്നു. എത്ര വർക്ക് ചെയ്തിട്ട്? W വർക്ക് ചെയ്തിട്ട്. W വർക്ക് ചെയ്യുമ്പോൾ Q2 ഹീറ്റ് പുറത്തേക്ക് കളയുന്നു. ദാറ്റ് ഈസ് ദ ഐഡിയ ഓഫ് റെഫ്രിജറേറ്റർ. W വർക്ക് ചെയ്തിട്ട് Q2 ഹീറ്റിനെ പുറത്തേക്ക് കളയണം.
സോറി Q1 ഹീറ്റിലെ Q2 സോറി നോ Q2 ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. നമ്മളിവിടെ ചെയ്തെന്താ Q2 ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം. അപ്പോൾ മാക്സിമം ഹീറ്റിനെ അബ്സോർബ് ചെയ്യാൻ W വിളിച്ച് കഴിഞ്ഞാൽ എഫിഷ്യൻസി കൂടിക്കൊണ്ടേയിരിക്കും. നമ്മളെ തണുത്ത റീജിയനിൽ നിന്ന്, അതായത് നിങ്ങൾ സാധനം വെക്കുന്നു, അവിടെ നിന്ന് ഫ്രിഡ്ജിനകത്ത് വെക്കുന്നു, അവിടെ നിന്ന് മാക്സിമം ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് പുറത്തേക്ക് കളയുക എന്നുള്ളതാണ് പണി. ഓക്കെ സോറി. സോ Q2 must be maximum. So that is it. So what is Q2? What is W? W is Q1 minus Q2. So this is the efficiency. It will be greater than 1, obviously. So most of the cases the performance of coefficient is usually greater than 1. Don't worry about it. ഉദാഹരണത്തിന് നിങ്ങളൊരു 100 ജൂൾ ഹീറ്റ് നിങ്ങൾ വെച്ച പച്ചക്കറിയിൽ നിന്ന് അവൻ അബ്സോർബ് ചെയ്യും. പച്ചക്കറി ആദ്യം വെക്കുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലായിരുന്നു. ആ പച്ചക്കറിയുടെ മേത്തൊക്കെ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിൽ ഹീറ്റിൽ നിന്ന് ഒരു 100 ജൂൾ എടുത്തിട്ട്, സോറി നോട്ട് പെർസെൻറ്റേജ്, ജൂൾ, ഓക്കെ, ജൂൾ എടുത്തിട്ട് ചെയ്യും. അങ്ങനെ 100 ജൂൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഞാൻ 200 ജൂൾ വർക്കും കൂടി ചെയ്യേണ്ടി വരും. ദാറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ പ്രോസസ്സ്. 200 ജൂൾ വർക്കും കൂടി ചെയ്യേണ്ടി വരും. അപ്പോൾ എത്ര പുറത്തേക്ക് വിടും? 200 + 100 300 ജൂൾ ഹീറ്റ് അവൻ പുറത്തേക്ക് വിടും. ഓക്കെ, ഇതെടുക്കുന്നത് കൂടാതെ വർക്ക് ചെയ്യുന്നത് രണ്ടും കൂടിയായിട്ട് പുറത്തേക്ക് വിടും. ഓക്കെ, നൗ വാട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദിസ്? Q2 100. ഓക്കെ, that's a very less effective thing, അല്ലേ? Oh my god, that's a very less effective. അത്ര 100 എടുക്കാൻ വേണ്ടിയിട്ട് 200 എടുക്കുക എന്ന് പറയുന്നതിനകത്തൊരു പെർഫോമൻസിൻ്റെ പ്രശ്നമുണ്ട്. എനിവേ, നേരെ തിരിച്ചാക്കിയാൽ നമുക്ക് 200 ജൂൾ എടുക്കുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് 100 ജൂൾ വർക്ക് ചെയ്യുക. അതിലൊരു മാന്യതയുണ്ട്, അല്ലേ? എനിവേ, തിരിച്ചാലും കുഴപ്പമൊന്നുമില്ല, എന്നാലും അതിൻ്റെ ഒരു ഓക്കെ. സോ 200 ജൂൾ എടുക്കാൻ വേണ്ടി 200 ജൂൾ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ട് 100 ജൂൾ വർക്ക് ചെയ്യുന്നു. 300 ജൂൾ രണ്ടും കൂടി പുറത്തേക്ക് വിടുന്നു. നൗ വാട്ട് ഈസ് Q2? Q2 ഈസ് 200. ഗുഡ്. ഹൗ മച്ച് ഇസ് ദ വർക്ക് ഡൺ? 300 minus 200. 300 minus 200. That is 100. So 200 by 100. ഞാനിത് വലുതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞത്, അല്ലെങ്കിൽ നേരെ തിരിച്ചായി പോയത്. സോ ദാറ്റ് ഈസ് സിംപ്ലി 2. 2 മീൻസ് 200% ആണ് is the efficiency. That's correct. The coefficient of performance is always greater than 100%. Usually. അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോൾ നേരത്തെ പോലെ 100 ജൂൾ എടുക്കാൻ വേണ്ടി 200 ജൂൾ അപ്ലൈ ചെയ്യുന്ന ടൈപ്പ് സാധനമാണെങ്കിൽ അങ്ങനെ അതൊന്നും ചെയ്ത് നോക്കാം. 100 ജൂൾ എടുക്കാൻ വേണ്ടിയിട്ട് വാട്ട് വുഡ് ബി ദാറ്റ്? ഇപ്പോൾ 100 ഡിവൈഡഡ് ബൈ 300 മൈനസ് 200. So that is simply 100 or 100%. 100% efficiency. വളരെ കുറഞ്ഞ എഫിഷ്യൻസി. ഇത് 200% efficiency. Okay, that's all. So not efficiency. I always use the term efficiency, not efficiency. You should remember that coefficient of performance. Coefficient of performance. Don't say that. Okay. So that is coefficient of performance. So this is the Carnot engine and refrigerator. The concept of refrigerator. Now you have some questions. Why Carnot engine? സാഡി കാർനോ 1820കളിൽ കണ്ടുപിടിച്ച ഈ എഞ്ചിനാണ് ഏറ്റവും മികച്ച എഞ്ചിൻ എന്ന് നമ്മൾ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? വൈ കാൺട്ട് വി ബിൽഡ് എ ബെറ്റർ എഞ്ചിൻ ആൻഡ് വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ആൻഡ് വൈ ദിസ് കൊളവരി? Okay, so we will check it out in the next class. Thank you.